നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്നൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലായാലും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ കുറിച്ചായാലും നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോസിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലും ലോങ് ടേൺ ട്രെൻഡിനെ കുറിച്ചും മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിനെ കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലായാലും 24,500 താഴത്തേക്ക് ക്ലോസ് ചെയ്തപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ട്രെൻഡ് റിവേഴ്സലാണ്. പക്ഷേ ലോവർ ലെവലിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. 24,500 താഴത്തേക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിരിക്കുന്ന ലോ, ഇന്നത്തെ ലോ എത്രയെന്നല്ല അത് ശ്രദ്ധിക്കുക. 24,210. 24,210 എന്ന് പറയുന്നത് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടാണ്. ആ ഒരു ലെവലാണ് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. നിഫ്റ്റി ആയാലും ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 24,200 സ്ട്രോങ് സപ്പോർട്ടാണ്. 24,210 ഹോൾഡ് ചെയ്തുകൊണ്ട് 24,055 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈയുടെ സെന്റിമെന്റാണ്, ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നു. അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്കും നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു. 24,325 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നു. 325 ആ ഒരു ലൈനിലൊന്ന് വരച്ച് നോക്കുക. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് കാണാനായിട്ട് സാധിക്കും. എക്സാക്റ്റ് ആയിട്ട് 325 മുകളിലേക്ക് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഒരു ബൈ സെന്റിമെന്റിൽ അവസാനത്തെ ഒരു സെക്ഷൻ വരെ തുടർന്ന് പോകുന്നതാണ്. അതായത് അടുത്ത റെസിസ്റ്റൻസ് വരെ 325 ശേഷം 430 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹൈ 426 ഹൈ വന്നിരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു റെസിസ്റ്റൻസ് വരെ, അതായത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ അടുത്തൊരു റെസിസ്റ്റൻസ് വരെയുള്ള ഒരു എക്സാക്റ്റ് ഉള്ള ഒരു മൊമെന്റം ആണ് നമ്മളൊരു മാർക്കറ്റിൽ കണ്ടിരുന്നത്. നിഫ്റ്റി ആയാലും എങ്ങനെയാണ് വരും ദിവസങ്ങളായാലും മാനേജ് ചെയ്യേണ്ടത്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നിഫ്റ്റിയിൽ ലോങ് ടൈമിൽ കുറച്ചൊരു വീക്ക്നെസ് ഉണ്ട്, ഹയർ ലെവൽ റെസിസ്റ്റൻസുകൾ ഉണ്ട്. ഇനി 24,430, 460 ഈ റേഞ്ചിലൊക്കെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കണം. അതിനുശേഷം 600 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. ഇന്നത്തെ ഒരു മൊമെന്റം അത് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിനുള്ള ഒരു ബൗൺസ് മാത്രമാണ്. അപ്പോൾ നിഫ്റ്റിയിലും വരുന്ന ദിവസം എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. 24,460 റെസിസ്റ്റൻസ് ആണ്. 24,460. അതുപോലെ തന്നെ 24,430 സപ്പോർട്ടാണ്. നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 460 മുകളിലൊക്കെ ഓപ്പൺ ചെയ്ത ബൈ സെന്റിമെന്റാണ്. 430 ഹോൾഡ് ചെയ്ത് 460 മുകളിലേക്ക് നിലനിൽക്കുമ്പോഴാണ് ബൈ സെന്റിമെന്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഷോർട്ട്സിൽ 430 താഴെ ആക്റ്റീവ് ആകും. 430 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ 460 ഹോൾഡ് ചെയ്തുകൊണ്ട് 430 ആയിരിക്കണം സ്റ്റോപ്പ് ലൂസ്. 460 താഴെ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവല് 430 താഴെ നിലനിർത്തിയാലാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേയിൽ യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റിയിലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 24,430 അല്ല, 420 ആക്ട് ചെയ്താൽ മതി. 420 താഴെ നിലനിർത്തിയാൽ 420 ആയിരിക്കണം സ്റ്റോപ്പ് ലൂസ്, ബൈ സെന്റിമെന്റ് സ്റ്റോപ്പ് ലൂസ്. അപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. കാരണം റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ്. റെസിസ്റ്റൻസിന്റെ താഴെ എപ്പോഴും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അടുത്തൊരു സപ്പോർട്ട് 24,360 സപ്പോർട്ട് വരുന്നത്. ഇതാണ് ഇൻട്രാഡേ സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം നിഫ്റ്റിയുടെ സപ്പോർട്ട് ഉണ്ട് 24,324 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 24,280 അടുത്തൊരു സപ്പോർട്ട്. അതിനുശേഷം 24,230 സപ്പോർട്ട്. കഴിഞ്ഞ ദിവസം സപ്പോർട്ട് വ്യത്യാസമുണ്ട്. 24,230 ലോവർ ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഹയർ ലെവലിലേക്ക് നമുക്ക് നോക്കാം. 460 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. 505 റെസിസ്റ്റൻസ് ആണ്. 24,505 റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 24,545 റെസിസ്റ്റൻസ് ആണ്. ഇനി സ്ട്രോങ് റെസിസ്റ്റൻസ്, ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഈ ഒരു റേഞ്ചിൽ 460 ആ റേഞ്ചിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് വിട്ട് കഴിഞ്ഞാൽ ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ്
600-ന്റെ അടുത്താണ് 24,550, അതുപോലെ തന്നെ 600. ഈ ഒരു റേഞ്ച് 24,600. അപ്പൊ ഇതാണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരുന്നത്. ലോവർ ലെവൽ സപ്പോർട്ടുകൾ ഇതാണ് വരുന്നത്. ഇതനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും റെസിസ്റ്റൻസിന്റെ ഒരു താഴെയുള്ള ഒരു ഓപ്പണിംഗ് ആണ് 51,030 റെസിസ്റ്റൻസ്. ഇതിന്റെ ഒരു താഴെയുള്ള ഒരു ഓപ്പണിംഗ് ഷോർട്ട് സെല്ലാണ് 50,885 ബ്രേക്ക് ചെയ്ത ഓപ്പണിംഗ് ക്യാൻഡില്. അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ എക്സാക്റ്റ് എത്തിയില്ലെങ്കിലും അത്യാവശ്യം ഒരു പ്രോഫിറ്റ്, അത്യാവശ്യം ഒരു മൊമെന്റം ലോവർ സൈഡിലേക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം തിരിച്ച് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. നമുക്ക് വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്ന 51,035 റെസിസ്റ്റൻസ് ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. നിലനിർത്തേണ്ട സപ്പോർട്ട് 50,830 ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് സാധ്യത 50,830 ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ബൈക്കാണ് സാധ്യത കൊടുക്കേണ്ടത്. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി 50,830 ഒരു താഴെ മാത്രം. അടുത്ത റെസിസ്റ്റൻസ് 51,35 ആണ്. ഇൻ കേസ് ഇതിന്റെ മുകളിൽ പോയാലും ഇതിന്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. 51,35 മുകളിൽ ഓപ്പൺ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിലും വലിയ ടൈം ഫ്രെയിലും കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസ് 310 റെസിസ്റ്റൻസ് വരുന്നത്. 51,830 താഴെ 50,630 സപ്പോർട്ട് വരുന്നത്. 630 പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് സാധ്യത. അടുത്ത റെസിസ്റ്റൻസ് വരെ മൊമെന്റം കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റി ആയാലും വർക്കിംഗ് ശ്രദ്ധിക്കുക. നമ്മൾ റൗണ്ട് മാർക്ക് ചെയ്ത് വരച്ചു തന്നിരിക്കുന്ന ഒരു സപ്പോർട്ടാണ് 22,850. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇമ്പോർട്ടന്റ് ലെവലാണെന്ന് നമ്മൾ സൂചിപ്പിച്ചത്. രണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവല്. ആ ഒരു സപ്പോർട്ട് തുടക്കത്തിൽ തന്നെ ഒരു ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം 23,030 താഴെ ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ സപ്പോർട്ട് എത്തി ശ്രദ്ധിക്കണം. സപ്പോർട്ടിൽ നിന്നാണ് ഈ ഒരു ബൗൺസ് മാർക്കറ്റിൽ വന്നിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് ഫിൻ നിഫ്റ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. നിഫ്റ്റി ആയാലും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് തന്നെയാണ് ആ ഒരു മൊമെന്റം കിട്ടിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്? ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും നിലനിർത്തേണ്ട സപ്പോർട്ട് 23,030, 23,985, 23,30 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ചെറിയ ടൈമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 22,985 ഹോൾഡ് ചെയ്ത് 23,030 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. എപ്പോഴും സപ്പോർട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ബൈക്കാണ് സാധ്യത. എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെവലൊക്കെ ഓപ്പൺ ചെയ്ത ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. എനിക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. 22,985 സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക് യു.